ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിന്റെ ആദ്യത്തെ പുത്രൻ യേശു ആയിരുന്നു എന്ന് നാം ഗ്രഹിച്ചു. ഇവിടെ പത്രോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തില് വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇവിടെ വചനം പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു വ്യക്തി ജനിക്കുമ്പോഴാണ് അവൻ വീണ്ടും ജനനം പ്രാപിക്കുന്നത്, അല്ലെങ്കിൽ അവനാണ് പുതിയ സൃഷ്ടിയായി തീരുന്നത്. ഇനി എന്തിനാണ് ഈ ബൈബിൾ ഇങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിക്കണമെന്ന് പഠിപ്പിക്കുന്നത്? അതിന്റെ കാരണം യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തില് അതിന്റെ കാരണങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തില് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്: പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപം ഇല്ല. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. ഇവിടെ വചനം പഠിപ്പിക്കുന്നത് പാപങ്ങളെ നീക്കുവാൻ വേണ്ടിയിട്ടാണ് അവൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അപ്പൊ പാപങ്ങളെ ഒരു മനുഷ്യനിൽ നിന്ന് പാപങ്ങളെ നീക്കുവാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു ഈ ലോകത്തില് പ്രത്യക്ഷനായത്. അങ്ങനെ ക്രിസ്തുവിൽ പാപമില്ല. പാപമില്ലാത്ത ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോഴാണ് നാം പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നത് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഇനി വചനം വീണ്ടും 5-ാം വാക്യത്തിലൂടെ പഠിപ്പിക്കുകയാണ്. 6-ാം വാക്യം പഠിപ്പിക്കുകയാണ്: അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. ഇതാണ് ഈ ലോകത്തിൽ ഇന്ന് സംഭവിക്കുവാനുള്ള കാരണം. ഇവിടെ വചനം പഠിപ്പിക്കുന്നത് പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല. അപ്പൊ ലോകത്തിലുള്ള ജനങ്ങൾ മുഴുവൻ എന്ന് പറയുന്നത് ഞങ്ങൾ പാപികളാണ്. ഈ മതങ്ങൾ പഠിപ്പിക്കുന്നതും ഈ സുവിശേഷ പ്രഘോഷകരെല്ലാം പ്രഘോഷിക്കുന്നതും മനുഷ്യര് പാപികളാണ് എന്നാണ്. ഇത് ഒരു വ്യക്തി മരിക്കുന്നത് വരെ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്തിട്ടില്ല, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. അപ്പൊ ഈ നമ്മളിങ്ങനെ പാപം ചെയ്ത് ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ക്രിസ്തുവിനെ കാണുവാനും അറിയുവാനും കഴിയാത്തതെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിൽ ആരെങ്കിലും വസിച്ചു കഴിഞ്ഞാൽ അവൻ പാപം ചെയ്യുന്നില്ല എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ പാപത്തിൽ നിന്ന് മോചനം നേടുവാനുള്ള ഒരേ ഒരു മാർഗം ബൈബിൾ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. അങ്ങനെ ക്രിസ്തുവിൽ വസിക്കാതെ പാപം ചെയ്യുന്നവരാരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. അപ്പൊ ഈ ലോകത്തിൽ നിന്ന് ആളുകൾ പാപം ചെയ്ത് പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുവാനുള്ള കാരണം ക്രിസ്തുവിനെ അറിയാത്തതും ക്രിസ്തുവിൽ വസിക്കാത്തതുമാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. വീണ്ടും നമ്മള് ഇനി ഈ ക്രിസ്തുവിൽ വസിക്കുന്നവർക്ക് പാപം ചെയ്യുവാൻ കഴിയാത്തതിന്റെ കാരണം എന്താണ്? അതാണ് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിലൂടെ 8-ാം വാക്യത്തിലൂടെ പഠിപ്പിക്കുന്നത്: ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. അപ്പൊ ദൈവത്തിൽ നിന്ന് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പുത്രനായി കഴിഞ്ഞാൽ നമുക്ക് പാപം ചെയ്യുവാൻ കഴിയുന്നില്ല. കാരണം ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നുണ്ട്. അവന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വിത്ത് വസിക്കുന്നതുകൊണ്ട് അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് ലോകത്തിലെ ആളുകൾ പാപം ചെയ്ത് പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുവാനുള്ള കാരണം ഈ ദൈവത്തിന്റെ വിത്ത് ഈ മനുഷ്യരിൽ വസിക്കാത്തത് കൊണ്ടാണ്. ദൈവത്തിന്റെ വിത്ത് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വസിച്ചിരുന്നുവെങ്കിൽ അവന് പാപം ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ ദൈവത്തിന്റെ വിത്ത് വസിക്കാത്തത് കൊണ്ടാണ് മനുഷ്യൻ പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുവാനുള്ള കാരണം. ഇനി നമുക്ക് യേശു ദൈവത്തിൽ നിന്നാണോ ജനിച്ചത് എന്ന് നമുക്ക് നോക്കാം. ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് യേശു ദൈവപുത്രനായിട്ട് ജനിച്ചു എന്നാണ്. എന്നാൽ വചനം പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോഴാണ് യേശു ദൈവപുത്രനായി തീർന്നത് എന്നാണ് വചനത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. ഇനി യേശു ദൈവത്തിൽ നിന്ന് തന്നെയാണോ ജനിച്ചതെന്ന് നമുക്ക് വചനത്തിലൂടെ തന്നെ മനസ്സിലാക്കാം. നമുക്ക് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ യേശു സ്നാനമേൽക്കുന്ന ആ വചനമാണത്. ഈ 4 സുവിശേഷകരും ഈ യേശുവിന്റെ സ്നാനത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ
മത്തായിയുടെ സുവിശേഷം 3-16 വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. അത് അവന്റെ മേൽ വസിച്ചു. അപ്പൊ യേശു സ്നാനമേറ്റപ്പോൾ ഈ സ്വർഗം തുറന്ന് ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രാവെന്ന പോലെ യേശുവിൽ ഇറങ്ങി വന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതിന്റെ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലാസ്റ്റില് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ലൈറ്റിംഗ് അപ്പോൺ ഹിം. അപ്പൊ ഈ ദൈവത്തിന്റെ ആത്മീയത യേശുവിൽ ഇറങ്ങി വന്നു, അത് അവനെ പ്രകാശിപ്പിച്ചു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ യേശുവിന് ഈ ദൈവിക പ്രകാശം ലഭിച്ചത് ദൈവത്തിന്റെ വചനം യേശുവിന്റെ ഹൃദയത്തിൽ ഇറങ്ങി വന്നു. ആ വചനം യേശു ഹൃദയത്തിൽ സ്വീകരിച്ചു. ആ വചനം അവനിൽ വസിച്ചത് കൊണ്ടാണ് യേശു പ്രകാശമുള്ളവനായി തീർന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. യേശു ഈ പ്രകാശം സ്വീകരിച്ചത് ദൈവത്തിന്റെ ആത്മീയത അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് യേശുവിൽ ഇറങ്ങി വന്നു. ആ ആത്മീയത യേശുവിൽ വസിച്ചു കഴിഞ്ഞപ്പോൾ യേശു പ്രകാശമുള്ളവനായി തീർന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. വീണ്ടും മാർക്കോസിന്റെ സുവിശേഷം 1-10 പഠിപ്പിക്കുന്നത്, വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവെന്ന പോലെ തന്റെ മേൽ വരുന്നതും കണ്ടു. അപ്പൊ ഇവിടെയും വചനം പഠിപ്പിക്കുന്നത് യേശു സ്നാനമേറ്റപ്പോൾ സ്വർഗത്തിൽ നിന്ന് സ്വർഗം തുറക്കുകയും സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രാവെന്ന പോലെ അവന്റെ യേശുവിൽ ഇറങ്ങി വരികയും ചെയ്തു എന്നാണ്. വീണ്ടും നമ്മള് ലൂക്കായുടെ സുവിശേഷം 3-21-22 വചനം പഠിപ്പിക്കുന്നത്, ജനമെല്ലാം സ്നാനം ഏൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിലും പറയുന്നത്, യേശു സ്നാനമേറ്റപ്പോൾ സ്വർഗം തുറന്ന് ആത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു എന്നാണ്. അവന്റെ മേല് ഈ വചനത്തിൽ പറയുന്നത് ദേഹരൂപത്തിൽ ഇറങ്ങി വന്ന് അവന്റെ മേൽ വസിച്ചു എന്നാണ്. ഇനി വീണ്ടും നമ്മള് യോഹന്നാന്റെ സുവിശേഷം 1-ാം അതിന്റെ 32 വന്നു കഴിഞ്ഞാൽ യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു. അപ്പൊ ഇവിടെ ഈ 4 സുവിശേഷകരും രേഖപ്പെടുത്തിയിരിക്കുന്നത്, യേശു സ്നാനമേറ്റപ്പോൾ ഈ ദൈവത്തിന്റെ ആത്മാവ് യേശുവിൽ ഇറങ്ങി വരികയും യേശു ആ ആത്മാവ് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറങ്ങി വന്നത് ദൈവത്തിന്റെ ആത്മീയതയാണ് യേശുവിൽ ഇറങ്ങി വന്നത്. ഈ ആത്മീയത യേശുവിൽ വസിച്ചു, ആ ആത്മീയത യേശുവിനെ പ്രകാശിപ്പിച്ചു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം ഈ വചനം പഠിക്കുമ്പോൾ ഇവിടെ വചനങ്ങളിലെ ഹോളി ഗോസ്റ്റ്, അതുപോലെ ദി സ്പിരിറ്റ് ഓഫ് ഗോഡ്, സ്പിരിറ്റ്, ഇങ്ങനെ ഈ 3 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ മനസ്സിലാക്കുന്നത് അത് പരിശുദ്ധാത്മാവ് എന്നാണ്. ഈ 3 ഈ സ്പിരിറ്റ്, അതുപോലെ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ഹോളി ഗോസ്റ്റ്, ഇതിന് 3നും 3 അർത്ഥങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ മനസ്സിലാക്കാം. നമ്മൾ വീണ്ടും അപ്പൊ യേശു ജനിച്ചപ്പോൾ നമുക്കറിയാം, യേശുവിന്റെ മാതാപിതാക്കൾ യേശു എന്നാണ് പേര് വിളിച്ചത്. ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മറിയത്തോടും യോസേഫിനോടും പറയുന്നത് അവന് യേശു എന്ന് പേര് വിളിക്കണമെന്നാണ്. ഈ യേശു നമുക്കറിയാം, ഏകദേശം 30 വയസ്സ് വരെ യേശു ലോകത്തില് അറിയപ്പെടാതെ മാതാപിതാക്കളോടൊപ്പം കഴിഞ്ഞു. അത് ദൈവത്തിന്റെ ജ്ഞാനത്തിലും പ്രായത്തിലും മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങി ജീവിച്ചു എന്നാണ് വചനത്തിലെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 30 വയസ്സ് വരെ യേശു ഒരു സ്ഥലത്തും സുവിശേഷം പ്രസംഗിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. നാം ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഈ യോഹന്നാനിൽ നിന്ന് സ്നാനമേറ്റതിന് ശേഷമാണ് യേശു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത്. യേശു സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നത് ദൈവത്തിന്റെ ആത്മീയത യേശുവിന് ലഭിച്ചപ്പോഴാണ്. അങ്ങനെ ദൈവത്തിന്റെ ആത്മീയത ലഭിച്ചപ്പോഴാണ് യേശു ക്രിസ്തുവായി തീർന്നത്. ഈ ദൈവത്തിന്റെ ആത്മീയതയെ ദൈവം ഈ ലോകത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവായിട്ടാണ്. അപ്പോൾ യേശു സ്വീകരിച്ചത് ക്രിസ്തുവിനെയാണ്. ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ യേശു ചെയ്ത കാര്യങ്ങൾ ഉണ്ട്. അത് നമുക്ക് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ മനസ്സിലാക്കാം. നമ്മുടെ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ നമ്മൾ യേശുവിന്റെയും ക്രിസ്തുവിന്റെയും ജനനം പഠിച്ചപ്പോൾ അതെല്ലാം വിശദമായിട്ട് മനസ്സിലാക്കിയതാണ്. അപ്പൊ അത് കേൾക്കാത്തവരൊക്കെ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് അതിന്റെ ഒരു
ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം. ഹെബ്രായർക്ക് വാക്യത്തിലൂടെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. വീണ്ടും അതിന്റെ 6-ാം വാക്യം പഠിപ്പിക്കുകയാണ്, സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചൂഴിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ ഹന്യാകവും വഴിപാടുമൊന്നും ക്രിസ്തു ഇച്ഛിച്ചില്ല, അത് ആഗ്രഹിച്ചില്ല. ദൈവം അതിൽ പ്രസാദിച്ചുമില്ലെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. വചനം പഠിപ്പിക്കുന്നത്, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. അപ്പൊ പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. നമുക്കറിയാം, പഴയ നിയമ പുസ്തകങ്ങളില് എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പൊ ആ ക്രിസ്തുവാണ് ലോകത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ക്രിസ്തുവിന് ഈ ലോകത്തിലേക്ക് വരുവാൻ ഒരുക്കപ്പെട്ട ഒരു ശരീരം ആവശ്യമായിരുന്നു. അതാണ് ഇവിടെ വചനം പറയുന്നത്, ദൈവമേ ലോകത്തിൽ വരുമ്പോൾ ഈ ഹനനയാഗവും വഴിപാടും ഒന്നും ക്രിസ്തു ആഗ്രഹിച്ചില്ല, ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. അപ്പൊ ആരുടെ ശരീരമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്? ഇവിടെ ലോകം മനസ്സിലാക്കുന്നത് മറിയത്തിന്റെ ശരീരത്തിലേക്ക്, അല്ലെങ്കിൽ മറിയത്തിന്റെ ഉദരത്തിൽ ക്രിസ്തു വന്ന് ജനിച്ചു എന്നാണ്. എന്നാൽ മറിയത്തിന്റെ ഉദരത്തിൽ യേശുവാണ് ജനിച്ചത്. ആ യേശുവിനെ പ്രസവിക്കുമ്പോൾ യേശുവിനെ യേശു എന്നാണ് പേരിട്ടത്. ഇവിടെ യേശു തന്റെ ശരീരം ഒരുക്കി ക്രിസ്തുവിന് വേണ്ടി ഒരുക്കി കാത്തിരുന്നു. അങ്ങനെ യേശുവിന്റെ ആ ഒരുക്കപ്പെട്ട ശരീരത്തിലേക്കാണ് ക്രിസ്തു വന്ന് വസിച്ചത്. അപ്പൊ ഈ യാഗങ്ങളിലും ഹോമങ്ങളിലൊന്നും ദൈവം പ്രസാദിച്ചില്ല. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടാണ് ഈ ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, ഈ ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വന്ന സർവാംഗ ഹോമങ്ങളിലും യാഗങ്ങളിലും ഒന്നും പ്രസാദിച്ചില്ല. ഇത് പറഞ്ഞിട്ട് ക്രിസ്തു പറയുകയാണ്, ഇതാ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളഞ്ഞു. അപ്പൊ ഇവിടെ ക്രിസ്തു വന്നപ്പോൾ വലിയൊരു അത്ഭുതം ഈ ലോകത്ത് സംഭവിച്ചു, അല്ലെങ്കിൽ വലിയൊരു കാര്യം ചെയ്തുകൊണ്ടാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ക്രിസ്തു ഈ ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വന്നിരുന്ന ആ വഴിപാടും യാഗങ്ങളും എല്ലാം ക്രിസ്തു ഇല്ലാതെയാക്കി, അല്ലെങ്കിൽ അതിലൊന്നും ദൈവം പ്രസാദിച്ചില്ല. ക്രിസ്തു ഈ ലോകത്തിൽ വന്നിട്ട് അങ്ങനെ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു. അപ്പൊ ആ കാലഘട്ടം വരെ നിലനിന്നിരുന്ന ഒരു സിസ്റ്റം ക്രിസ്തു ഇല്ലാതെയാക്കി. വീണ്ടും ക്രിസ്തു ഒരു പുതിയ സിസ്റ്റം ഈ ലോകത്ത് സ്ഥാപിച്ചു. ഈ സിസ്റ്റം എന്താണെന്നാണ് ലോകത്തിന് ഗ്രഹിക്കുവാൻ കഴിയാത്തത്. വീണ്ടും അതിന്റെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 10-ാം അധ്യായം 10-ാം വാക്യത്തിലൂടെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ യേശു കഴിച്ച ആ ശരീരയാഗത്തിലൂടെയാണ് നാം ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടുന്നത്. അപ്പൊ ഇവിടെ ക്രിസ്തു രണ്ടാമത് സ്ഥാപിച്ചത് ഈ ശരീരയാഗമായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. ലോകത്തിന് ഗ്രഹിക്കുവാൻ കഴിയാത്തത് ഈ രണ്ടാമത് ക്രിസ്തു സ്ഥാപിച്ച ഈ രണ്ടാമത്തെ ഇതെന്തായാലും, അല്ലെങ്കിൽ ക്രിസ്തു ഒന്നാമത്തേനെ നീക്കിക്കളഞ്ഞതിന് ശേഷം രണ്ടാമത്തത് സ്ഥാപിച്ചത് എന്താണെന്നാണ് ലോകം ഗ്രഹിക്കാത്തത്. അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ബൈബിൾ പഠിക്കുവാൻ നമുക്ക് വളരെ എളുപ്പമാണെന്നാണ് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ലോകം മുഴുവൻ വിശ്വസിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു കാൽവരി മലയിൽ കഴിച്ച ആ യാഗത്തിലൂടെ എല്ലാവരും വിശദീകരിക്കപ്പെട്ടു എന്നാണ്. പക്ഷെ അത് ബൈബിൾ പഠിക്കുമ്പോൾ അത് അങ്ങനെയല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ നാം ഗ്രഹിക്കേണ്ടത്, അതൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ നാം ഗ്രഹിക്കേണ്ടത്, യേശു ആദ്യമായിട്ട് ദൈവത്തിന്റെ ആത്മീയത ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. അങ്ങനെ യേശു ദൈവത്തിൽ നിന്ന് ജനിച്ചപ്പോഴാണ് യേശു ക്രിസ്തുവായി തീർന്നത്, അല്ലെങ്കിൽ യേശു ക്രിസ്തു പുതിയ സൃഷ്ടിയായി തീർന്നത്. അങ്ങനെ ഈ യേശു ക്രിസ്തുവിൽ നിന്ന് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവായി തീർന്നതിന് ശേഷമാണ് യേശു ഈ ലോകത്തിൽ തന്റെ ദൗത്യം ആരംഭിച്ചത്. അങ്ങനെ നാം ഓരോരുത്തരും ക്രിസ്തുവിലായി പുതിയ സൃഷ്ടിയായി തീരണമെന്നാണ്
ഈ യേശു നമുക്ക് കാണിച്ചു തന്നത്. പക്ഷെ നമുക്ക് ക്രിസ്തുവിലായി പുതിയ സൃഷ്ടിയായി തീരുവാൻ കഴിയാത്തതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ നമുക്കെല്ലാവർക്കും യേശുവിനെ പോലെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുവാൻ പരിശ്രമിക്കാം. അങ്ങനെ ദൈവേഷ്ടം ചെയ്യുന്നവരായി ഈ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മൾ പുതിയ സൃഷ്ടിയായി തീരുമ്പോഴാണ് നാം ദൈവേഷ്ടം ചെയ്യുന്നവരായി തീരുന്നത്. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടാണ് ക്രിസ്തു വന്നത്. നാം ഓരോരുത്തരും ക്രിസ്തുവിനെ സ്വീകരിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യേണ്ടവരാണെന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യുന്നവരായി തീരുവാൻ നമുക്ക് ക്രിസ്തുവിനെ സ്വീകരിച്ച് പുതിയ സൃഷ്ടിയായി തീരാം. അതിന് പുതിയ സൃഷ്ടിയായി തീരുവാൻ ദൈവം നിങ്ങളെ ക്രിസ്തുവിലേക്ക് വഴി നടത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.